ഹോ, ഇനി ഇതിപ്പോ ആരാ? My baby, my Valentine. When are you they making my temperature rise? If you leave me, I go die. I swear, you are like the oxygen I need to survive. I'll be honest, your loving they totally me. I am so obsessed. I want to chop your heart. Your body they back on me, see. നിക്ക് എങ്ങോട്ടാ? ഇത് നല്ല കുത്ത്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ കയറി ഇറങ്ങാ. ഇതെന്താ സത്രോ? താൻ ആരാ? എങ്ങോട്ടേക്കാ? അതാദ്യം പറഞ്ഞു. Hello, I'm Rose from America. So what? Oh, sorry. Is this Alvin's house? ആണെങ്കിൽ യുൻജി, ആരാടി വന്നേ? നീ ആരോട് സംസാരിക്കുന്നേ? ആ, അതിടാ ഇവിടെ ഉള്ളതൊന്നല്ല, ഒരു അമേരിക്കൻ വീസ. ഹാ, ഇവളോ? ഇവളിവിടെ? My baby, my Valentine. When are you they making my temperature rise? If you leave me, I go die. I swear, you are like the oxygen I need to survive. I'll be honest, your loving they totally me. I am so. ഹലോ ജിയോന. താനോ? എന്താടാ ഇവിടെ? ഞാനും അതിപ്പോ തന്നോട് ചോദിക്കാൻ വരുമായിരുന്നു. അല്ല, താനെന്താ ഇവിടെ? എല്ലാം പറയാം. താനത് അകത്തോട്ട് വാ, അവിടെ തന്നെ നിക്കല്ലേ. അത് ശരി, ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നേ? ഇവർക്ക് നേരത്തെ അറിയോ? ആ, എന്തായാലും പോയേക്കാം. എന്നിട്ട് പറയ, താനെന്താ ഇവിടെ? ആൽഫയുടെ സിസ്റ്റർ ആണോ ഇനി? നോ, ഗസ് ചെയ്യ്, വേറെ ആരാവും? അവന്റെ കസിൻ എങ്ങാനും ആണോ? അല്ല, മതി, ഞാൻ തന്നെ പറയാം. ഞാൻ ആൽഫിന്റെ. അല്ല, ഇതാരാ? ഒരു ന്യൂ ഐറ്റം. ആരായാലും നിനക്ക് എന്നതാടി ചൊറിത്തവളെ? നീ ഒന്ന് ചൊറിയാണ്ട് പോവോ? ചൊറിഞ്ഞ അത് നിനക്ക് തന്നെ പണിയാവും, കേട്ടില്ല? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരടി? ഓ മൈ ഗോഡ്, യൂൻജി, നിനക്കറിയില്ലേ ഞാൻ നിന്റെ ഇച്ചാന്റെ ആരാന്ന്? നിന്റെ ഇച്ചാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഞാൻ. നീ ഇത് കേട്ടില്ലേ? ഇവക്ക് ശരിക്കും തലക്ക് സുഖമില്ല. ആക്ടിംഗ് ഒന്നും അല്ലാന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലം കെട്ടിന്നാ പറഞ്ഞ, ഇപ്പൊ കെട്ടാൻ പോകുന്ന പെണ്ണ്. ആ, ശരിയാ, കെട്ടും. ഇവളെ ചെങ്ങലക്കിട്ട് കെട്ടും മിക്കവാറും. എനിക്ക് വയ്യ ചിരിക്കാൻ. അല്ല യുൻജി, എന്ത് പറ്റി? എന്തിനാ എല്ലാവരും ചിരിക്കുന്നേ? ഓ, വന്നു അടുത്തത്. എന്റെ ഈശോയെ, പൊന്നു മോളെ ലിസേ, ആദ്യമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നിന്റെ ആൽഫിനെ കിട്ടില്ല. കാരണം അങ്ങേര് കെട്ടിയ മിന്ന എന്റെ കഴുത്തിലുള്ളത്. അതിന്റെ അവകാശി ഞാൻ മാത്രമാ. ഒരിക്കലും അത് നിനക്ക് കിട്ടില്ല മോളെ. അതുപോലെ തന്നെ അയാളുടെ മനസ്സിലെ സ്ഥാനവും എനിക്കാ. പിന്നെയല്ലേ നീ? നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ഇച്ഛയിൽ എല്ലാം അറിഞ്ഞ നിന്നെ കെട്ടുവന്ന്? പൊന്നുമോള്, അതോർത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ. അതൊക്കെ ഈ ലിസ എന്റെ വൈക്ക് തന്നെ വരുത്തും. നീ കണ്ടോ? അതെനിക്ക് അറിയാലോ മോളെ. അതിനു വേണ്ടി നീ എന്ത് നാറിയ കളിയും കളിക്കുന്നു. അതിലൊന്നും എന്റെ ഇച്ഛാൻ വീഴില്ല. നിനക്കിനി 1 വീക്കേ ടൈമുള്ളൂ. ഇച്ഛാൻ ഇവിടെ എത്തിയ നിന്റെ എല്ലാ കാര്യവും ഞാനങ്ങ് പറയും. വേണേ നിനക്ക് എസ്കേപ്പ് ആവാം. ഒരാഴ്ച നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാണ് മോളെ. യെസ് ജിയോന, നീ പറഞ്ഞത് വളരെ ശരിയാ. ആൽഫിൻ, അവനെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത. അവനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയ പിന്നെ നിനക്കും അവനെ കിട്ടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വേണ്ടി വന്ന നിന്നെ ഞാൻ കൊല്ലും. ആൽഫിൻ, അവൻ എന്റെയാ റോസ്. അവൻ എന്റെ മാത്രമാ. നിനക്ക് ഞാൻ തരില്ല ജിയോന, തരില്ല. ലിസ, കം. ഇവിടെ നീ നിന്നാ ശരിയാവില്ല. എന്റെ കൂടെ റൂമിലോട്ട് വാ.
പൊട്ടിക്കാനിരുന്നതാ. അപ്പോതൊക്കെ ആ റോസ് കൊണ്ടുപോയി. അതവളുടെ ഭാഗ്യം. ജിയോന, ആക്ച്വലി ഐ ആം സർപ്രൈസ്ഡ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താ ഇതൊക്കെ? ഞാനെല്ലാം ക്ലിയർ ചെയ്തുതരാം. ഞാൻ ഇവിടുത്തെ ആരാന്നല്ലേ നീ ചോദിച്ചേ? ഞാൻ ആൽഫിന്റെ വൈഫാ. പിന്നെ ആ പോയത് ആൽഫിനെ കെട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വട്ട് കേസാ. ഇവിടെ വന്ന് കെട്ടിന്നൊക്കെ പറഞ്ഞ് എന്റെ ഇച്ചായനെ പറ്റിച്ചിരിക്കുക അവള്. അതില് വീണ് ഇച്ചായനും അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അവൾ ഇവിടെയാ. ബട്ട് അവളുടെ കളത്തിലൊക്കെ ഇച്ചായൻ വന്നാൽ ഞാൻ കൊടുക്കും. ആൽഫിൻ അവന്റെ വൈഫാണോ നീ? I can't believe. Sure? Why? ഞാൻ തന്നെയാണോ അവന്റെ വൈഫ്? ബട്ട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. തനിക്ക് എങ്ങനെയാ ഇച്ചാനെ പരിചയം? അത് പറഞ്ഞില്ലല്ലോ. അത് ആക്ച്വലി ആൽഫിൻ അമേരിക്കയിലായ സമയത്ത് എൻ്റെ പപ്പയുടെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഇപ്പൊ മനസ്സിലായി. അല്ല, എന്നിട്ട് എന്താണോ താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം? അത് പിന്നെ എൻ്റെ അങ്കിളിന്റെ വീട് ഇവിടെയാ. അപ്പോ ഇവിടോട്ട് വന്നപ്പോ ആൽഫിന്റെ വീട് ഇവിടെ എവിടെയാന്നൊക്കെ അറിയായിരുന്നു. സോ കണ്ടേച്ച് പോവാന്ന് കരുതി. അല്ല, ആൽഫിൻ അവൻ ഇവിടെ ഇല്ലേ? അങ്ങനെ ഇച്ചാൻ ഇവിടെ ഇല്ലടാ. ഇന്നാ പോയത് വൈകിട്ട്. ഡൽഹിയിലൂടെ പോയെ. ഒരാഴ്ച ആവും എത്തണമെങ്കിൽ. ഓ ഓക്കേടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. 1-2 ആഴ്ച ഞാനിവിടെ കാണും. എപ്പോഴേലും വന്ന് കണ്ടോളാം. ഓക്കെ? പോവാണോടാ താൻ? എന്നാ ഓക്കെ. ഇച്ചയെ വിളിക്കുമ്പോ ഞാൻ പറയാട്ടോ താൻ വന്നിരുന്നെന്ന്. ആടാ, ഓക്കേടാ, ബൈ. സമാധാനം. ഞാൻ വിചാരിച്ചു ഇനി ആ പോയതും ഇച്ചാന്റെ പെടലിക്ക് വരുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? തോന്നാൻ മാത്രം എന്തിരിക്കുന്നു. ഇപ്പൊ എല്ലാം കണ്ടത് ശനിയായിട്ടല്ലേ നടക്കുന്നേ. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ആ പോയത് ആരാ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? എങ്ങനെയാ പരിചയം? ഫ്രണ്ട്സ് ആണോ ചോദിച്ചാ ഫ്രണ്ടൊക്കെ തന്നെയാ. ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ആക്സിഡന്റ് വഴിയാ. അവക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പരിചയമായി. പിന്നെ അവള് ഞങ്ങളുടെ കോളേജിലെ സീനിയർ ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് കാണും. അങ്ങനെയൊക്കെ ആയിട്ടാണ് അത്യാവശ്യം നല്ല മിങ്കിളായി വന്നു. ആള് കുഴപ്പമൊന്നുമില്ല. ഷീസ് ഗുഡ്. എനിക്കങ്ങനെയാ തോന്നി. ഗുഡ് ആയാൽ അവക്ക് തന്നെ കൊള്ളാം, അത്രേ ഉള്ളൂ. അതെന്താ യോജി അങ്ങനെ പറഞ്ഞേ? നിനക്ക് അവളെ കണ്ടിട്ട് എന്തെങ്കിലും ബാഡായിട്ട് തോന്നിയോ ചോദിച്ചാ അറിഞ്ഞൂടാ. നീയാണ് ഇച്ചാന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞപ്പോ അവരിതൊക്കെ ശ്രദ്ധിച്ചോ നീ? അവക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? എന്തപ്പം നീയാണ് ഇച്ചാന്റെ വൈഫാണെങ്കിൽ കുഴപ്പം? എന്തോ എനിക്കവളെ ഇഷ്ടായില്ല. അതാണോ കാര്യം? അത് പിന്നെ ഇച്ചാനും അവളെ മുന്നേ പരിചയമുള്ളതല്ലേ. ഞാനും അവളെ മുന്നേ പരിചയമുണ്ട്. അപ്പൊ കേട്ടപ്പോ സ്വാഭാവികല്ലേ. എനിക്കങ്ങനെയാ തോന്നി, അല്ലാണ്ട് വേറൊന്നുമില്ല. നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാ. എന്തായാലും കൊള്ളാം. നീ ഇച്ചാനോട് അവള് വന്നത് പറയട്ടോ. ഇച്ചാനെ അറിയുന്ന ആളല്ലേ. സോ അവളുടെ ക്യാരക്ടർ നിനക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാലോ. എന്തോ എനിക്കിപ്പോ ഫുൾ നെഗറ്റീവ് മൈൻഡാ. അതാവും ഒരു പക്ഷെ. സാരല്ല, എന്നാ വാ. എന്താ നീ ആലോചിക്കുന്നേ? വാ. ലിസ, വാട്ട് ഹാപ്പൻഡ്? തനിക്ക് എന്തായി പറ്റിയേ? നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. താൻ എന്തൊക്കെയാ പറയുന്നേ റോസ്? എന്ത് പറ്റി? ഞാൻ എന്ത് ചെയ്തു? ലിസ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? നീ ചെയ്യുന്ന ഒന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. നീ ചെയ്യുന്നതെല്ലാം തെറ്റാ. ജിയോണയുടെ ഹസ്ബൻഡിനെ നീ ഇങ്ങനെയൊക്കെ ആയിരുന്നോ നിന്റെ മനസ്സിൽ? ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ. പ്ലീസ്, ഇക്കാര്യത്തിൽ നീ എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ ചെയ്യുന്നതാ ശരി. അതെനിക്ക് നല്ലവണ്ണം അറിയാം. എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട. എന്റെ തെറ്റും ശരിയും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, ബട്ട് ഇതിന് ഞാൻ കൂട്ടി നിൽക്കില്ല. അതാണ് എന്റെ തീരുമാനം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഇതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ലിസ, നീ അത് പ്രതീക്ഷിക്കണ്ട. വേണ്ടാന്ന് പറഞ്ഞില്ല റോസ്. എനിക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട. ആരും കൂടെ ഇല്ലെങ്കിൽ ലിസ
എന്റെ ആൽഫിനെ സ്വന്തമാക്കിയിരിക്കും. ആ ജിയോനെങ്ങാനും തടസ്സമായിട്ട് വന്ന പറഞ്ഞ പോലെ അവളെ ഞാൻ കൊല്ലും. നോ, ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല ലിസ. നിന്റെ പിറകെ എപ്പോഴും ഞാൻ ഉണ്ടാവും. നോക്കിക്കോ, നിന്റെ ഒരു പ്ലാനും നടക്കില്ല. ഈ റോസ പറയുന്നേ, ഒരാളെ കൊന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞ്? ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയില്ല കേട്ടോ. ഹോബി യുങ്കി വിളിച്ചായിരുന്നോ? ആ മമ്മി വിളിച്ചായിരുന്നു. അവര് റൂമിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ വാ, നമുക്കെല്ലാവർക്കും പോയി കിടക്കാം. കൊറേ സമയമല്ലേ, 10 കഴിഞ്ഞു. മമ്മി പോവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? പറ വേഗം, എനിക്കാണ് ഉറക്കം വന്നിട്ട്. മമ്മി, ആ ലിസ ഉണ്ടല്ലോ, അവൾ എന്താ കാണിച്ചു? എന്റെ പൊന്നി യൂഞ്ചി, നിനക്ക് അവളെ പറ്റിയല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. എവിടെ നോക്കിയാലും ആ ലിസ എനിക്കങ്ങ് കേറി വരുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാനൊന്ന് ഫുള്ള് പറയട്ടേനെ എന്നിട്ട്. മമ്മി, എന്താന്നറിയോ മമ്മിക്ക്? ആ ലിസ ഉണ്ടല്ലോ. അത് ശരി, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാലേ അവളുടെ ഈ കളി. പന്ന മോള് എനിക്കങ്ങ് കേറി വരുന്നുണ്ട്. അവളെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് അടിച്ച. നമുക്കിപ്പോ ഒരാഴ്ച കർത്താവായിട്ട് തന്നതാ. ഇവിടെ ഇപ്പോ ഡാഡി ഇല്ല, യുങ്കിച്ചാനില്ല, അതുപോലെ തന്നെ വീച്ചാനില്ല. സോ അവര് വരുമ്പോ അവളെ ഇവിടെ നിന്ന് ഓടിക്കാം. അവളായിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോണം. അതിനുള്ള പണിയൊക്കെ നമുക്ക് കൊടുക്കാം മമ്മി. അത് ശരിയാണല്ലോ. ഇപ്പൊ നമുക്ക് പറ്റിയ ചാൻസ് മക്കളെ. അവക്കുള്ളത് കൊടുത്തിരിക്കണം. മോളെ, റെഡിയല്ലേ നിങ്ങളൊക്കെ? റെഡിയാണോന്നോ? അവക്ക് ഞാനൊന്ന് ഊന്നി വെച്ചതാ മമ്മി. കൊടുക്കും ഞാനും റെഡിയാ മമ്മി. റോസ്, നീ എഴുന്നേറ്റോ? വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓ, കുക്കി വരുന്നു. വാവ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാലോ. കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. റോസ്, നീ ഇരിക്കടാ, നമുക്ക് ഫുഡ് കഴിക്കാം. അതെ, എങ്ങോട്ടേക്കായി കേറിയിരിക്കുന്നേ? എണീറ്റ് രണ്ടു. മമ്മി പണി തുടങ്ങി. അത് പൊളിച്ച്. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കണ്ടില്ലേ? അതിന് നിങ്ങൾക്ക് ഇവിടെ ആര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി? വേണമെന്നുണ്ടെ തന്നെത്താൻ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുക, അത്ര തന്നെ. അതല്ല, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഞങ്ങളും ഇപ്പൊ ഇവിടെയല്ലേ സ്റ്റേ. സോ ഞങ്ങൾക്ക് ഇത് വേണം. എറണം കേട്ടവളെ, നീ എന്തുവാടി വിചാരിച്ചേ? നിന്നെ ഇവിടെ ഊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ? വേണമെന്നുണ്ടെങ്കിൽ പോയി ഉണ്ടാക്കി കഴിക്കടി ശവമേ. അല്ല പിന്നെ നാണോ ഉമ്മാനോ ഇല്ലാതെ വന്ന് എന്നെ കൊണ്ട് പറയിക്കേണ്ട. തനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അതാ അവിടെ കിച്ചൺ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, പോയി ഉണ്ടാക്ക്, എന്നിട്ട് കഴിക്ക്. മമ്മി സ്കോർ ചെയ്തു. മമ്മി മുത്ത. റോസ്, കം, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇവരുടെ ചീന ഫുഡൊന്നും നമുക്ക് വേണ്ട. അത് പറ്റത്തില്ലല്ലോ മോളെ. ഇവിടെ ഓർഡർ ചെയ്ത് ആരും കഴിക്കണ്ട. അങ്ങനെ എങ്ങാനും ചെയ്ത ഡെലിവറി ചെയ്ത ആളടക്കം ഞാൻ ഇവിടുന്ന് ഓടിക്കും. ആദ്യം പറഞ്ഞുതരാം, ഇവിടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാ മതി. എന്റെ പൊന്നേ, മമ്മി വീണ്ടും സ്കോർ ചെയ്ത് എനിക്ക് വയ്യ. അത് പഴയ നിങ്ങൾ ആരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ലിസ, സ്റ്റോപ്പ് ഇറ്റ്. നിർത്തുന്നുണ്ടോ? വാ, നമുക്ക് എന്തേലും കുക്ക് ചെയ്യാം. എന്താ ഒരു ദിവസം കുക്ക് ചെയ്തെന്ന് വെച്ചാ നീ വന്നേ. ആ പറഞ്ഞത് പോയിന്റ്. പിന്നെ ദിവസവും ഇനി നിങ്ങൾക്കുള്ളത് എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കണം, കേട്ടല്ലോ? യു ഗോ ടു ദ കിച്ചൺ. ആ വഴി പൊക്കോ. അതെന്തായാലും നന്നായി, കിച്ചണിലോട്ടുള്ള റൂട്ട് കിട്ടിക്കാണോലോ. എനിക്ക് വയ്യ മക്കളെ. മതി, എന്നാ ഹോബിനെ വിളിക്ക്, നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓ മൈ ഗോഡ്, ഇനി എന്ത് ചെയ്യും? എനിക്കാണ് ഈ കുക്കിംഗ് ഒന്നും അറിയില്ല. എനിക്ക് വിശക്കുന്നു. ഓർഡർ ചെയ്യാനാണ് ആ തള്ള സമ്മതിക്കില്ല.
എന്ത് ചെയ്യാനാ, നമ്മൾ തന്നെ ഉണ്ടാക്ക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. എനിക്കും കുക്കിംഗ് ഒന്നും അറിയില്ല. നീ യൂട്യൂബ് എടുത്ത് അതിലൊന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി ഉണ്ടാക്കാം. വന്നിങ്ങോട്ട്. ഞാനോ? നോ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. പ്ലീസ് റോസ്. അതൊന്നും പറ്റില്ല, നീ ഇങ്ങോട്ട് വന്നേ. ഹോ, നാണം കെട്ട് മനുഷ്യൻ. നീയേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു. അക്കൂട്ടത്തില് ഞാനും കൂടി ഇവിടെ കിടന്ന് ഓസിക്ക് തിന്നാനും കുടിക്കാനൊന്നും പറ്റില്ല. നീ വരുന്നുണ്ടോ? പ്ലീസ് റോസ്, ഇനി തുടങ്ങല്ലേ. ഈ സംസാരം ഇവിടെ നിർത്ത്, കേട്ടല്ലോ? ഞാൻ വന്നോളാം, പോരെ? ദാറ്റ്സ് മൈ ഗേൾ. ഗുഡ്. എന്നാ മോളെ, അതാ കത്തി അങ്ങോട്ട്, എന്നിട്ട് കുറച്ച് പച്ചക്കറി ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട്. ഓക്കെ മാഡം, ഓക്കെ ഓക്കെ. എടി ശ്രദ്ധിച്ചറിയണം കേട്ടോ, കയ്യിലൊന്നും തട്ടണ്ട. ദേ ഇങ്ങനെ അരി. എങ്ങനെ? ഒന്നോടി കാണിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ കൈ തട്ടില്ലല്ലോ അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒക്കെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യ്. ഇതാണ് എല്ലാരും പറയുന്നേ, വല്ലപ്പോഴേലും കിച്ചണിലൊക്കെ ഒന്ന് കേറണമെന്ന്. ഇപ്പൊ കണ്ടില്ലേ 8ന്റെ പണി, അതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആഹാ, അന്തസ്. എല്ലാം നീ കാരണം. എനിക്കിവിടെ വന്ന് താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓ ഗോഡ്, നീ വീണ്ടും തുടങ്ങല്ലോ റോസ്. എങ്ങനെ പറയാണ്ടിരിക്കും? എവിടെയും കാണാത്തയും കേൾക്കാത്തയും കാര്യമല്ലേ നീ ചെയ്യുന്നേ. പ്ലീസ്, ഇനി എന്നോട് ഒന്നും മിണ്ടണ്ട. ഓ ശരി മാഡം, ഞാനൊന്നും പറയുന്നില്ല. ഇച്ചായ എന്തെടുക്കുവാ? ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല ഹോബി, ഞങ്ങള് ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം ഓഫീസിലോട്ട് പോവാൻ. പിന്നെ ഇന്നാണ് ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് ചെല്ലേണ്ട ഡേറ്റ്. മമ്മീനെയും കൊണ്ട് പോണം. അല്ല, മമ്മീനോട് നീ പറഞ്ഞായിരുന്നോ? മമ്മിക്ക് ഓർമ്മ ആണില്ല, നീ ഒന്ന് പറഞ്ഞാണ്ടി. ഹായ് ചായ, ഞാൻ പറഞ്ഞോണ്ട്. എന്തായാലും മമ്മീനെയും കൊണ്ടല്ലേ പോവാനുള്ളേ. മോളെ ഹോബി, നീ എവിടാ? മമ്മി, ഞാനിവിടെ ഇച്ചാന് കോൾ ചെയ്യുക. ഇതാ മമ്മി സംസാരിക്കാറ. മോനെ, എന്താ ഫുഡ് കഴിച്ചു? നിങ്ങള് ഓഫീസിലോട്ട് പോകാനായോ? ഫുഡൊന്നും കഴിച്ചില്ല മമ്മി, ഓഫീസിലോട്ട് ഇറങ്ങാൻ നിൽക്കുക, പോകുന്ന വഴി കഴിക്കണം. പിന്നെ മമ്മി, ഇന്നാണ് ഹോബിന്റെ ചെക്കപ്പ്, മമ്മിക്ക് ഓർമ്മയുണ്ടോ? അത് ശരി, ഞാനത് പറയാനല്ലേ ഇങ്ങോട്ട് വന്നേ. ഞാനത് മറക്കോ എന്റെ പൊന്നു മോനെ? അതൊക്കെ പോട്ടെ, എവിടെ നിന്റെ പപ്പ? പിന്നെ ഇങ്ങോട്ട് വിളിച്ചു കണ്ടില്ലല്ലോ. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാണ്ടി. ആ മമ്മി, ഞാൻ പറഞ്ഞോളാം. പപ്പ മമ്മിയെ വിളിച്ചോളൂട്ടോ. എന്നാ ഞാൻ ചെല്ലട്ടെ, കുളിക്കണം, എന്നിട്ട് വേണം ഓഫീസിലോട്ട് പോവാൻ. ശരി മോനെ, നീ ചെല്ലേ, പിന്നെ വിളിക്കാട്ടോ. ബൈ. ശരി മമ്മി, ബൈ. ഹോബി, എന്നാ മോള് പോയി ഡ്രസ് മാറ്റ്, നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഭയങ്കര തിരക്കാവും. മമ്മി, ഡോക്ടറെ അടുത്തോ? എന്തിനാ? ചേച്ചിക്ക് വല്ലതും എന്ത് പറ്റി? ഹേയ്, ഹോബിക്ക് ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. ഇന്നാണ് ചെക്കപ്പിന് പോണ്ട ഡേറ്റ്, അതുകൊണ്ടാ. അത് ശരി, എന്നാ മമ്മി ഞാനും കൂടെ വരട്ടെ. എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അതിനെന്താ, എന്നാ മക്കള് ചെല്ല്, പോയി റെഡി ആയിട്ട് വാ. ഓക്കെ മമ്മി, ഞാനെന്നാ റെഡി ആവാൻ പോവാണേ. കുക്കി, നീയും വാ. ചേച്ചി നടന്നോ, ഞാനിപ്പോ വരാം. അടുക്കളയിലോട്ട് പറഞ്ഞു വെച്ചാല് ഒന്ന് പോയി നോക്കട്ടെ, എന്തായാവോ എന്താ. ഓ മൈ ഗോഡ്, എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാ ഞാൻ ഇങ്ങനെയൊക്കെ. ഷിറ്റ്, എല്ലാത്തിനും കാരണം അവള് മാറാം. ഇതിലൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പൊള്ളിയാൻ എന്റെ കൈ. ഓ ഷിറ്റ്, എന്തൊക്കെ കാട്ടിക്കൂട്ടിയ എന്താ? എന്തൊരു കരിഞ്ഞ സ്മെൽ. ഓ മൈ ഗോഡ്, ഇത് കഴിയുന്നു. ഗോഡ്, സോറി. ലിസ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നിന്നെ കൊണ്ട് തോറ്റല്ലോ, മാറില്ല. എന്റെ ഈശോയെ, ഈ ലിസ ഇത് കത്തിക്കുന്ന തോന്നുന്നേ. ഇവളെയൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, എല്ലാം ഒപ്പിച്ചു വെച്ച് ഗോഡിനെ വിളിച്ചാൽ മതിയല്ലോ. മാറി നിൽക്കങ്ങോട്ട്. കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, എല്ലാം കരിയിച്ചു. നീ ഒരു കാര്യം ചെയ്യേ, നീ ഇനി ഒന്ന് തിന്നണ്ട, കേട്ടല്ലോ? നോ റോസ്, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ ഇവിടെ ഒരു കരിഞ്ഞ സ്മെൽ? ആ ലിസയുടെ വയറ് കരിഞ്ഞതാണോ? എന്റെ ഈശോയെ, ലിസ നീ എന്താ ഈ അടുക്കള കാട്ടിയേ? ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മതി കേട്ടോ ഇവിടുന്ന് പോക്ക്. ജിയോന, ഞങ്ങൾക്കറിയാം ഇത് ക്ലീൻ ചെയ്യാൻ. നീ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട, കേട്ടല്ലോ? ഒന്ന് പോവോ? ആ ശരി, എന്നാ ഓക്കെ മാഡം. കണ്ടിന്യൂ. ഞാൻ പോവാണേ. ബൈ. ഓ ഗോഡ്, ഫൈനലി റെഡി ആയി.
എന്നാ വാ ലിസ, നമുക്ക് കഴിക്കാം. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. യോങ്കി, ഞാനും ഹോബീച്ചും മമ്മിയും ഇന്ന് പുറത്തോട്ട് പോവാം. എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ഇന്ന് ഹോബീച്ചിന്റെ ചെക്കപ്പിനുണ്ടാവുന്ന ഡേറ്റും ആണ്. അത് ശരി, ഞാനുണ്ട്. എനിക്കും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അത് വേണ്ടടാ, അവളുമാരിവിടെ ഒറ്റയ്ക്കല്ലേ. എന്തെങ്കിലും ഒപ്പിച്ചാലോ. നീ ഇവിടെ നിൽക്ക്, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ശരിയാ, എന്നാ നിങ്ങൾ ചെല്ലേ. എന്നാ ഓക്കേടാ, ബൈ. അവളുമാരെ നോക്കിക്കോണേ. അത് പിന്നെ പറയാനുണ്ടോ, നോക്കാണ്ട് പിന്നെ എവിടെ പോവാനാ. അല്ല, കുറെ നേരമായാലോ അവളുമാര് പോയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ലേ? ഒന്ന് പോയി നോക്കാം. എന്റെ ഈശോയെ, എന്താ ഇത്? അവളുമാരുടെ അന്ത്യം എന്റെ മമ്മിയുടെ കൈ കൊണ്ട് എന്നെയാ. എനിക്ക് വയ്യ. മമ്മി ഇങ്ങോട്ട് വന്നോട്ടെ, മമ്മിയുടെ കൈ തന്നെ കിട്ടട്ടെ. എന്തായാലും റൂമ് പോയിരിക്കാം. ഇനി 2 ഐറ്റംസും കൂടി മേടിക്കാണ്ട്, അത് കഴിഞ്ഞ മമ്മിയുടെ അടുത്ത് പോവാം. ജിമ്മി ചാനാണല്ലോ. ഹലോ മോളെ കുക്കി, എന്തെടുക്കുക? എന്തെടുക്കാനാ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഇച്ചാനൊരു പോക്കങ്ങ് പോയതല്ലേ, അല്ല വരാനൊന്നും ഉദ്ദേശമില്ലേ? ഈ അടുത്ത കാലത്തൊന്നും ഞാനൊന്നും അങ്ങോട്ടില്ല. വരുമ്പോ ഞാനങ്ങ് വിളിക്കണ്ട്. പിന്നെന്തൊക്കെയാ പറ. അയ്യോ, എന്നാ നിങ്ങൾ വരണ്ട, അവിടെ തന്നെ ഇരിക്കും. സ്നേഹമില്ലാത്ത ഇച്ചാനാണ് ഇച്ചായ. എന്റെ പൊന്നു കുക്കി, ഞാൻ വരും, സമയാവട്ടെ. ഓ ശരി, എന്നാ നിങ്ങൾ വരുമ്പോ വാ, ഞാൻ വെക്കുവാ. ബൈ. ഹലോ കുക്കി, ഹലോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഞാൻ വന്നല്ലോ, നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വരാന്ന് വെച്ചിട്ടാ. ഡോറൊക്കെ തുറന്നു വെച്ച് ഇവളുമാരിത് എവിടെ പോയി കിടക്കുക? ആരും കാണുന്നില്ലല്ലോ, ആ യൂഞ്ചിനെയും കാണുന്നില്ല. കുക്കിയുടെ റൂമിലോട്ട് പോവാം, അവിടെ ഉണ്ടാവും അവള്. അവളുടെ റൂം എവിടെയാ? ഇത് തന്നെയല്ല അവളുടെ റൂം. ഇത് തന്നെയാ. ഇനിയിപ്പോ അവളെന്നെ കാണുമ്പോ സർപ്രൈസ് ആവും. അല്ല, അവിടെ നിപ്പുണ്ടല്ലോ. പതിയെ പോയി ചെല്ലാം. സർപ്രൈസ് കുക്കി. ഈശോയെ, ഇതാരാ കുക്കി എന്നും പറഞ്ഞ് എന്നെ കയറി പിടിച്ച്? ജിമ്മിച്ചാനോ? കർത്താവേ, ആള് മാറി കയറി പിടിച്ചല്ലോ. അതെ, ഞാൻ കുക്കിയല്ല, യൂഞ്ചിയാ. കുക്കിയല്ലേ? യൂഞ്ചി താനോ? സോറി യൂഞ്ചി, കുക്കിയാണെന്ന് കരുതിയാ. ഒന്ന് മനസ്സ് വെക്കല്ലേ. അവളെവിടെ പോയി? നീ എന്താ അവളുടെ റൂമിൽ? അതൊന്നും സാരല്ല, അവള് ഇവിടെ ഇല്ല. മമ്മി ഹോബേച്ചിയും അവളും പുറത്തു പോയേക്കുവാ, ഇപ്പൊ വരും. ആണോ? ഞാനൊക്കെ വിളിച്ചായിരുന്നു, അപ്പൊ അവളതൊന്നും പറഞ്ഞില്ല. അതാ നേരെ റൂമിലോട്ടങ്ങ് കയറി വന്നേ. എന്നാ ചിമ്മിച്ചാൻ താഴോട്ട് വാ, ഞാൻ വല്ല ജ്യൂസും തരാം. നീ ചെല്ല്, ഞാൻ വന്നോളാം. എന്റെ ഈശോയെ, ഭാഗ്യം. അല്ല, ഇവക്കതെന്ത് പറ്റി? അല്ലേ ഇവളെന്നെ കടിച്ചു കീറേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞല്ലോ. പിന്നെന്താ അവളെന്നെ ജിമ്മിച്ചാന്നൊക്കെ വിളിക്കുന്നു? എന്തോ പറ്റിയിട്ടുണ്ട്, കണ്ടുപിടിക്കണം. കൊറേ നേരമല്ലോ, എന്താ അങ്ങേര് താഴോട്ട് വരാത്തെ? ഇനി ഞാൻ മുകളിലോട്ട് ചെല്ലണം? വേണ്ട, ഇങ്ങോട്ട് വരും. ഈശോയെ, എന്താ ഇത്? ഓ, അങ്ങേര് കണ്ണും കണ്ടും നോക്കിയിരിക്കുക. വേണേ വന്ന് എടുത്തു കുടിക്കട്ടെ, ഞാൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? താൻ ഓക്കെ അല്ലേ? ഒന്നും പറ്റില്ലല്ലോ? I'm all right. No problem. എന്നാ ശരി, ഓക്കെ. അല്ല, ഈ യൂജി ഇതെവിടെ? എന്നോട് താഴോട്ട് വരാൻ പറഞ്ഞിട്ട്. പോയി നോക്കാം. എന്താണ് ബേബി ഒരു ചിരിയൊക്കെ? What happened? Hey, nothing. അല്ല, ആ പോയത് ആരാ? ഓ, അവനോ? അത് ജിയോനയുടെ ബ്രദറാ. എന്താ പറ്റി? സംതിങ്? ആള് സിംഗിൾ ആണോ അതോ കമ്മിറ്റഡോ?
I don't know. What happened? Any interest? Anyway, എന്തിനും എന്റെ സപ്പോർട്ട് ഉണ്ടാവും. ഇനി അഥവാ അവൻ കമ്മിറ്റഡ് ആണ്, നമുക്കങ്ങ് പിരിക്കാന്നേ. നോ താങ്ക്സ്. നിന്നെ പോലെ ചീപ്പല്ല ഞാൻ, കേട്ടല്ലോ. ഹാ യുജി, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലടാ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു പെണ്ണിനെ കണ്ടു. അവൾ ആരാ? ഓ, നിങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച കാര്യമാണോ പറയുന്നേ? അവളാണെങ്കിൽ അവളോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടായിരുന്നോ? നീ അത് കണ്ടായിരുന്നോ? ആക്ച്വലി അതൊരു ആക്സിഡന്റിൽ സംഭവിച്ചതാ. അവളാരാ? എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളോട് പോയി ചോദിക്ക്. എന്തിനാ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നേ? യുജി, തന്റെ പ്രശ്നം എന്തുവാ? ഞാൻ അവൾ ആരാന്നല്ലേ ചോദിച്ചുള്ളൂ. ഓ ഓക്കെ, എനിക്കൊരു പ്രോബ്ലം ഇല്ല. അവൾ ആ ലിസയുടെ ഫ്രണ്ടാ, റോസ്. ഇനി വല്ലതും അറിയണോ? ഇനി വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്ക്, എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ പോവാ. എന്റെ ഈശോയെ, ഇതൊക്കെ എന്ത് പറ്റി? ഹാ, അപ്പൊ അത് ആ ലിസയുടെ ഫ്രണ്ടാണ്. അവള് പോരാഞ്ഞിട്ടാണോ വേറൊരുത്തിനെയും കൂടി കെട്ടിയെടുത്ത്? എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. കൂക്കൊന്ന് വരട്ടെ, എല്ലാം അവളോട് ചോദിച്ചറിയണം. അല്ലേലും എനിക്കെന്താ, ഞാനെന്തിനാ ടെൻഷൻ ആവുന്നേ? എന്തേലും ആവട്ടെ, പോട്ടെ പുല്ല്. എന്താടി യൂഞ്ചി, നിന്റെ മുഖം കടന്നലൂത്തിയ പോലെ? എന്ത് പറ്റിയടി? അവളുമാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എന്നതാ നീ ഇങ്ങനെയൊക്കെ? ഇല്ലടാ, എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ നിനക്കും ബേജിക്കും ഒരു സർപ്രൈസ് ഉണ്ട്, അങ്ങോട്ട് ചെല്ല്. ഇനി അങ്ങോട്ട് പോകണ്ട, ഞാൻ ഇങ്ങോട്ട് വന്ന്. കൂക്കി, ജിമ്മി, നീ ഇതെപ്പോ വന്നു? ഞാനിതാ കുറച്ചു നേരമായിട്ടുള്ള ഹോബീസി. അല്ല, എന്ത് പറഞ്ഞു ഡോക്ടർ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മോനെ, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത മാസം ചെക്കപ്പിന് വന്നാ മതി എന്നാ പറഞ്ഞ്. എന്നാ ഞാൻ പോയി കുറച്ചേരം കിടക്കട്ടെടാ, ഭയങ്കര ക്ഷീണം. അതുകൊണ്ടാ. നിങ്ങൾ സംസാരിച്ചിരിക്ക്. ആ മോളെ, നീ പോയി കിടക്ക്. എന്നാ കൂക്കി, നീ ചിമ്മിയെ കൊണ്ട് മുകളിലോട്ട് പോയിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാലോ. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. മോളെ കൂക്കി, നീ ഇവിടെ ഓക്കെ ആണോ? കർത്താവ് സഹായിച്ച് എനിക്കിപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല ജിമ്മിച്ച. ഹാ, എന്തായാലും കുറച്ച് ദിവസം കൂടി നീ ഇവിടെ നിൽക്ക്. നിനക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഉടനെ വരും. അതെന്താ അങ്ങനെ പറഞ്ഞേ? ജിമ്മിച്ചാൻ വേറെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലേ ചാനോട് ഇപ്പൊ തന്നെ പറയാം. ജിമ്മിച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കൂക്കി, കാര്യം പറ. അത് പിന്നെ ജീവ മമ്മിയല്ലേ അത്? സബാഷ്, അവൾ എന്തായി കാണിച്ചേക്കുന്നേ? ക്ലീൻ ചെയ്യാണ്ടാണോ പോയേ? നല്ല കാര്യം, മമ്മി ഇന്ന് അവളെ കൊല്ലും. എവിടെ പറട്ട തവള? വിളിക്കവളെ, ഇന്നവളെ ഞാൻ കൊല്ലും. അവക്ക് കിച്ചൺ ക്ലീൻ ചെയ്യണമെന്ന് ഒരു ബോധമില്ലേ? ഐഷ്, മമ്മി ഓൺ ഫയർ ആണല്ലോ. ലിസയുടെ കാര്യം കട്ടപ്പോ. ആ വന്നല്ല വനമാല. ഇടി പുല്ലേ, നീ എന്താടി ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നേ? ഞാനെന്ത് കാണിച്ചെന്നാ ഈ പറയുന്നേ? കൊഞ്ഞ ചീ നിർത്തടി. പിന്നെ നിന്റെ അപ്പൂപ്പ വന്നാടി ഇതൊക്കെ ചെയ്ത് നോക്കടി, കണ്ണു തുറന്ന് പുല്ലേ. നീ എന്ത് പണി കാണിച്ച്? നിന്നോട് ക്ലീൻ ചെയ്തിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞേ? റോസ്, ഞാനത് മറന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഈ തള്ള എന്നെ തിന്നോ? എന്താ സംശയം? മിക്കവാറും. വേഗം പോയി ക്ലീൻ ചെയ്തോ. പിന്നെ ഇതിന് നീ എന്നെ നോക്കണ്ട. നീയാണ് ഇവിടെ ഫുള്ള് മെസ് ആക്കിയിട്ടത്. ഒക്കെ ക്ലീൻ ചെയ്തോണം. ഞാൻ ഒറ്റയ്ക്കാ. എന്തുവാടി നോക്കിയിരിക്കുന്നേ? പോയി ക്ലീൻ ചെയ്യടി. ഇതെല്ലാം നീ ഒറ്റയ്ക്ക് 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കണം. നോക്കിക്കോ, എന്റെ ഹണി വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ചീ നിർത്തടി. ഇനി എങ്ങനെ അവനെ ഹണി, ബേബി, കൊണി എന്നൊക്കെ പറഞ്ഞ് വന്ന നല്ല വെട്ടിലത്തി ഇരിപ്പുണ്ട് അവിടെ. എടുത്ത അരിയും ഞാൻ. അതെനിക്ക് ഇഷ്ടായി മമ്മി, ഒത്തിരി ഇഷ്ടായി മമ്മി. മുത്ത എന്റെ പൊന്നു ലിസ, ഇനിയും ഇവരെ ചൂടാക്കാൻ നിക്കണ്ട. നീ പോയി ക്ലീൻ ചെയ്യ്. ഞാൻ പോവാ, ബൈ.
ഗാഡ്, ഏത് സമയത്താവും ഇങ്ങോട്ട് വരാൻ തോന്നി. ഹോ. God, എനിക്ക് വയ്യ, ടയർഡ്, എനിക്ക് കിടക്കണം. കുക്കി എന്നാ ഞാനങ്ങോട്ട് പോവാട്ടോ. ഹോബീസിനോട് നീ പറഞ്ഞാണ്ടി, കിടക്കുമല്ലേ, ഇനിയിപ്പോ ബുദ്ധിമുട്ടിക്കണ്ട. അത് ശരി, നിങ്ങൾ ഇന്നിങ്ങ് വന്നല്ലോ, എവിടോട്ടാ? ഞാനിന്നിങ്ങോട്ട് വന്നതന്നെ അത് പറയാനാ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരും. തന്നെ കണക്കായി പോയി. എന്നെ ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നല്ലോ, അത് കൂടി കഴിഞ്ഞ് വന്നാ മതിയായിരുന്നല്ലോ. നിന്റെ ഒരു കാര്യം നിന്നോട് പറയാൻ ഞാനില്ല. എന്തായാലും എൻ്റെ അടുത്ത വരവ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കാനാവും. നീ വിഷമിക്കണ്ട കേട്ടോ. എന്നാ ഇച്ചായം പോട്ടെ. ബായ് ജീനി മമ്മി, ഞാൻ പോവാട്ടോ. എൻ്റെ കുക്കിനെ പൊന്നുപോലെ നോക്കണേ. ഞാൻ പെട്ടെന്ന് വരും. ആ മോനെ, എന്ത് വർത്താൻ അതൊക്കെ? കൂക്കി ഞങ്ങളുടെ കൊച്ചല്ലേ. എന്നാ മോൻ പോയച്ചു വാ, ശ്രദ്ധിച്ചൊക്കെ പോണേ. മമ്മി, എന്തോ എനിക്ക് ജിമ്മിച്ചന്റെ ഈ പോക്ക് അത്ര നല്ലതിനല്ലാന്നൊക്കെ ഒരു തോന്നൽ. എന്തൊക്കെയോ അറിഞ്ഞൂടാ. അതെന്താടി കൂക്കി നീ അങ്ങനെ പറഞ്ഞേ? എന്തേലും പ്രശ്നമുണ്ടോ? അതല്ല മമ്മി, ജിമ്മിച്ചനെ ഇപ്പോഴും അറിയില്ലല്ലോ. വിളിച്ചായൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നും പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പോ ഒരു പ്രശ്നമില്ലാന്നും ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോ എന്തൊക്കെയോ ഇച്ചായൻ ഓരോന്ന് പറയുമ്പോ എനിക്കുള്ളിലൊരു ടെൻഷൻ. അത് ശരിയാണ്, പക്ഷെ മോള് പേടിക്കണ്ടത്, നമ്മുടെ ജിമ്മിയല്ലേ. അവൻ വരട്ടെ, നമുക്കെല്ലാം പറയാം. അല്ല, നീ വീക്ക് വിളിച്ചായിരുന്നോ? പിന്നെ ഇല്ല മമ്മി, ഇന്നലെ നൈറ്റില് വിളിച്ചതാ, പിന്നെ വിളിച്ചിട്ടില്ല. ഞാനെന്നാ പോയി വിളിക്കട്ടെ. ആ 10 മിസ് കോളോ? ഇച്ചായൻ ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടല്ലേ? ആ, അങ്ങോട്ട് അടിക്കാം. ഷേ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഞാൻ എത്ര നേരമായി? അവളാണല്ലോ. ഹലോ കുക്കി. ഹലോ ഇച്ചായ, കൊറേ അടിച്ചുല്ലേ? എന്റെ ഫോൺ സൈലന്റിലായിരുന്നു, സോറി ഇച്ചായ. ഓക്കെ. ഞാൻ വിചാരിച്ചു നിനക്കെന്നെ വേണ്ടാന്ന്. എന്നിട്ട് എന്തെടുക്കുക ഇപ്പൊ? ഞാനിതാ ഇവിടെ ഉണ്ട്. ഞങ്ങളിന്ന് പുറത്തോട്ട് പോയിരുന്നു, ഹോബീസിനും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പോ. അങ്ങനെ ഇപ്പൊ വന്നു. പിന്നെ ഇവിടെ ഇന്ന് ജിമ്മിച്ചാൻ വന്നായിരുന്നു. എന്നിട്ട് അവൻ എന്തിയെ? അവിടെ ഉണ്ടോ? ഇല്ല, ജിമ്മിച്ചാൻ കുറച്ചു മുന്നേ പോയി. ഇവിടെ നിന്നില്ല, കുറച്ചു ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ പോയി. എല്ലാ കാര്യങ്ങളും നീ അവനോട് പറഞ്ഞോ? അത് ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു, പക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. ഇനി എന്തായാലും ജിമ്മിച്ചാൻ വരട്ടെ, അപ്പൊ പറയാം. അല്ല പിന്നെന്തൊക്കെയാ? എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുടാ. ഐ മിസ് യു. ഒരാഴ്ച കഴിഞ്ഞ് നിന്റെ അടുത്ത് വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം എനിക്ക്. ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തടി? അത് പിന്നെ ഒന്നും വിളിച്ചായ, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നൊരു സമാധാനം, ഒരാഴ്ചയല്ലേ ഉള്ളൂ. വാട്ടോ. ഹാടി പെണ്ണ്, ഞാൻ പെട്ടെന്ന് വരും. പിന്നെന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ പറ. പിന്നെ ഇവിടെ എന്ത് വിശേഷം? അങ്ങനെ പോണു. പിന്നെ ഇച്ചായനെ കാണാൻ ഒരാള് വന്നായിരുന്നു. എന്നെ കാണാനോ? അതാരാ വന്നേ? എടാ വി, നിന്നോട് പപ്പയുടെ റൂമിലോട്ട് ചെല്ലാൻ. കുക്കി മോളെ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. പപ്പ എന്നോട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാണാവോ എന്തോ. എന്നാ ശരി, ഇനി വെച്ചോ. ബൈ, ലവ് യു. പോവാണോ? ശരി, എന്നാ ഇച്ചായൻ പിന്നെ വിളിക്ക്. ബൈ, ലവ് യു ടു. എന്നാൽ അത് ഇച്ചായനോട് പറയാൻ പറ്റില്ല. സാരല്ല, ഇനിയും വിളിക്കലോ, അപ്പൊ പറയാം. ഹലോ, നീ എന്താ ഈ പറയുന്നേ? അവൾ നിന്റെ ഫ്രണ്ടാണെന്നോ? സോ വാട്ട്? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം, കേട്ടല്ലോ? എനിക്ക് ജിയോണയെ വേണം, അതുപോലെ തന്നെ ആൽഫിൻ. നിനക്കറിയാലോ അല്ല. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അങ്ങ് നടക്കണം. ഇതിൻ്റെ ഇടയിൽ വേറെ നോ സെന്റിമെന്റ്സ്, കേട്ടല്ലോ? ഓക്കെ, എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ. അതിലൊന്നും ഒരു മാറ്റമില്ല. നിനക്ക് ജിയോണയെ തന്നെ കിട്ടും, ഓക്കെ? അതുപോലെ ആൽഫിൻ, നീ പറഞ്ഞ പോലെ തന്നെ എല്ലാം. വൺസ് അഗൈൻ നോക്ക്, അവൾ നിന്റെ ഫ്രണ്ട് ആയിരുന്നു എന്ന് നീ പറഞ്ഞു. സോ അത് നിനക്ക് മാക്സിമം മുതലെടുക്കാം.
ജിയോനെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാം. അവിടെയാണ് നീ നിൻ്റെ ബ്രെയിൻ ഉപയോഗിക്കേണ്ടത്. എല്ലാം ഇനി നിൻ്റെ കയ്യിലാണ്. നീ നല്ലതുപോലെ ചെയ്താൽ എല്ലാം ഓക്കെ ആവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഗുഡ്. പിന്നെ ഇതെൻ്റെ മാത്രം ആവശ്യമില്ലാന്ന് നിനക്ക് നല്ലപോലെ അറിയാലോ. സോ ഗുഡ് ലക്ക്. ജിയോനാ, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ തേടി പിടിച്ച് ഞാൻ വരും. എന്നെ പറ്റിച്ച് പോയി അല്ലേ? നീ എന്നെ വല്ലാണ്ടെന്ന് മത്ത് പിടിപ്പിക്കുന്നു ജിയോനാ. നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഗെറ്റ് റെഡി.